നിങ്ങൾ ഇതിനോടകം എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ജാഗ്രത പാലിക്കണം. നീന്താൻ അറിയുന്നവനാണ് എങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള സാഹസം കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിലപ്പെട്ട ജീവൻ, പറഞ്ഞല്ലോ രക്ഷിതാവിന്റെ പ്രതീക്ഷയാണ് നമ്മളൊക്കെ. നാളെ ഞങ്ങൾക്ക് താങ്ങായിട്ട്, ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് താങ്ങായിട്ട് മാറുമെന്ന പ്രതീക്ഷയിൽ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ. അപ്പൊ ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം. വല്ലാത്തൊരു കഷ്ടപ്പാട്. ഞങ്ങളിത് കണ്ടതുകൊണ്ടാണ്, ഞങ്ങൾ കരയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അത് വളരെ വളരെ ജാഗ്രത പാലിക്കണം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരരുത്. നീന്തൽ മത്സരം, അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീന്താൻ അറിയുന്നവന് പോലും ചില സാഹചര്യങ്ങളിൽ മുങ്ങിപ്പോകാനുള്ള എത്രയോ ആളുകൾ, നന്നായിട്ട് നീന്തുന്ന ആളുകളെയാണ് ഞങ്ങൾ മുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. മനസ്സിലായോ? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങള് ഒരു അപകട സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ വരുന്നു. ഞങ്ങളുടെ പ്രയത്നം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ബോഡിയാണ് രക്ഷപ്പെടുത്താൻ കഴിയാറില്ല. കാര്യം ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്, ഒരു പയ്യൻ പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിലൊരു പയ്യൻ പറഞ്ഞത്, സാറേ പെട്ടെന്ന് ഇറങ്ങി 1.5 മണിക്കൂറായി പോയിട്ടെന്നാ പറഞ്ഞത്. വെള്ളത്തിൽ ഒരാൾക്ക് 5 മിനിറ്റ് പരമാവധി, 3 മിനിറ്റാണ് സാധാരണ, 5 മിനിറ്റ് പരമാവധി. ഈ 5 മിനിറ്റിന് അപ്പുറത്തേക്ക് പിടിച്ചേക്കാൻ കഴിയില്ല, മരണം സംഭവിച്ചിട്ടുണ്ടാവും. 1.5 മണിക്കൂറായി ഞങ്ങള് മെസ്സേജ് കിട്ടി ഞങ്ങളോട് എത്തി. അപ്പൊ ഞങ്ങളോട് പറഞ്ഞതാണ് 1.5 മണിക്കൂറായി സർ, ഇറങ്ങിവെന്നാണ് ഇന്നലെ രാത്രി. അപ്പൊ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് പരമാവധി നമുക്ക് വെള്ളത്തിൽ പിടിച്ചേൽക്കാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും നീന്താൻ അറിയാത്തവരാവട്ടെ നീന്താൻ അറിയുന്നവരാവട്ടെ ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരാതിരിക്കുക. നമ്മുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കണം. അവരെ വലിയ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെ കോളേജിലേക്കും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലേക്കും വിടുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷക്കൊത്ത് ഉയരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപകടത്തിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക.